ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോ ആയിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന കേരള PSC നിന്നാണ്. കേരള PSC വഴി കേരള പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും കേരള പോലീസിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ എന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേരള പോലീസിലേക്കുള്ള കോൺസ്റ്റബിൾ ഡ്രൈവർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കാറ്റഗറി നമ്പർ നോക്കുകയാണെങ്കിൽ 427/2024 ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 30/11/2024 മുതൽ 1/1/2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഇൻപാർട്ട് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഈ ഒരു പോസ്റ്റിലേക്ക് ലഭിക്കാവുന്ന സാലറി നോക്കുകയാണെങ്കിൽ 31,100 രൂപ മുതൽ 66,800 രൂപ വരെയാണ് സാലറി ലഭിക്കുക. ഇനി അടുത്ത വേക്കൻസി നോക്കുകയാണെങ്കിൽ വേക്കൻസി കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 20 വയസ്സിനും 28 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അപേക്ഷിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത് നോക്കുകയാണെങ്കിൽ 2/1/1996 1/1/2004 ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലും ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി അടുത്ത അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ +2 അല്ലെങ്കിൽ തത്തുല്യമുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ നിർബന്ധമായിട്ടും ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കേണ്ടതാണ്, വിത്ത് ബാഡ്ജ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് നോക്കുകയാണെങ്കിൽ ഹൈറ്റ് മെയിൽസിന് 168 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കേണ്ടതാണ്. ഫീമെയിൽസിന് ഹൈറ്റ് 157 സെൻറ്റിമീറ്റർ ഉണ്ടായിരുന്നാൽ മതി. ചെസ്റ്റ് മെയിൽസിന് മാത്രമേ ഉള്ളൂ 81 സെൻറ്റിമീറ്റർ, നോർമൽ 81 സെൻറ്റിമീറ്ററും എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്ററും ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഐറ്റംസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ ആദ്യം മെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. ആകെ 8 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് ആ ഒരു 8 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 15 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് 120 സെൻറ്റിമീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 350 സെൻറ്റിമീറ്റർ ചാടിക്കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ട് ആണ്. 7,264 ഗ്രാമുള്ള ഷോർട്ട് പുട്ട് 600 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 5000 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് വരുന്നത് റോപ്പ് ക്ലൈമ്പിംഗ് ആണ്. കൈകൾ ഉപയോഗിച്ച് മാത്രം റോപ്പ് ക്ലൈമ്പിംഗ് 365.8 സെൻറ്റിമീറ്റർ ഉയരത്തിൽ കയറേണ്ടതാണ്. ഇനി അടുത്ത ഏഴാമതായിട്ട് വരുന്നത് പുള്ളപ്പ് അല്ലെങ്കിൽ ചിന്നിങ് ആണ്. 8 തവണ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഐറ്റം പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത എട്ടാമതായിട്ട് വരുന്നത് 1500 മീറ്റർ റണ്ണിംഗ് ആണ്. 6 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ 8 ഐറ്റംസാണ് മെയിൽസിന് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഫീമെയിൽസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ആകെ 7 കാര്യങ്ങളാണ് വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഏതൊക്കെയാണ് 7 ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് വരുന്നത് 100 മീറ്റർ റണ്ണിംഗ് ആണ്. 18 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത രണ്ടാമതായിട്ട് വരുന്നത് ഹൈ ജമ്പ് ആണ്. 90 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത മൂന്നാമതായിട്ട് വരുന്നത് ലോങ് ജമ്പ് ആണ്. 250 സെൻറ്റിമീറ്റർ ചാടി കിടക്കേണ്ടതുണ്ട്. അടുത്ത നാലാമതായിട്ട് വരുന്നത് ഷോർട്ട് പുട്ട് ആണ്. 4 കിലോഗ്രാമുള്ള ഷോർട്ട് പുട്ട് 450 സെൻറ്റിമീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത അഞ്ചാമതായിട്ട് വരുന്നത് ക്രിക്കറ്റ് ബോൾ ത്രോയിങ് ആണ്. 14 മീറ്റർ ദൂരത്തിൽ കൂടുതൽ എറിയേണ്ടതാണ്. ഇനി അടുത്ത ആറാമതായിട്ട് വരുന്നത് ഷട്ടിൽ റേസ് ആണ്. 25x4 മീറ്റർ 26 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അടുത്ത ഏഴാമതായിട്ട് വരുന്നത് സ്കിപ്പിംഗ് ആണ്. 1 മിനിറ്റിൽ 80 തവണ സ്കിപ്പിംഗ് ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ 7 കാര്യങ്ങളാണ് ഫീമെയിൽസിന് റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇതിലേതെങ്കിലും 5 ഐറ്റം പാസ്സായാൽ ഫിസിക്കൽ ടെസ്റ്റ് പാസ് കിടക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.keralapsc.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കേരള PSCയുടെ 1 ഡേ രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് അക്കൗണ്ടുമായിട്ട് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ എത്ര വേഗം കാണുക. വീഡിയോയുടെ ലിങ്ക് സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിരിക്കുന്നതാണ്.
ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 1/1/2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് മുമ്പായിട്ട് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് PSCയുടെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.